31 വർഷം രാജ്യത്തിന്റെ കാവൽക്കാരനായി യുദ്ധസ്മരണകളുമായി ചാലിശ്ശേരി സ്വദേശി ക്യാപ്റ്റൻ കെ സുബ്രഹ്മണ്യനെ ആഗസ്റ്റ് 15 അഭിമാനത്തിന്റെ ഓർമ്മദിനം. രാജ്യം ശനിയാഴ്ച 80ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ 3 പതിറ്റാണ്ടിലേറെയായി രാജ്യത്തിന്റെ കാവൽക്കാരനായി സേവനമനുഷ്ഠിച്ച ചാലിശ്ശേരി കടവാരത്ത് വീട്ടിൽ ക്യാപ്റ്റൻ കെ സുബ്രഹ്മണ്യനെ ഇത് അഭിമാനത്തിന്റെയും ഓർമ്മകളുടെയും ദിനമാണ്. 88ാം വയസ്സിലും സൈനിക സേവന കാലത്തെ ഓർമ്മകളും മെഡലുകളും ബഹുമതികളും നെഞ്ചോട് ചേർത്ത് സൂക്ഷിക്കുന്ന അദ്ദേഹം രാജ്യത്തിന്റെ നിർണായക സൈനിക ഘട്ടങ്ങൾക്ക് സാക്ഷിയായ പൂർവ്വ സൈനികനാണ്. 1961-62 ഇന്ത്യ ചൈന സംഘർഷകാലത്തും 1965-71 വർഷങ്ങളിലെ ഇന്ത്യ പാക് യുദ്ധകാലത്തും സൈനിക സേവനത്തിനുണ്ടായിരുന്ന സുബ്രഹ്മണ്യൻ 1959-ലാണ് സേനയിൽ ചേർന്നത്. വയർലെസ് ഓപ്പറേറ്ററായി സൈനിക ജീവിതം ആരംഭിച്ച അദ്ദേഹം നാഗാലാൻഡ്, മണിപ്പൂർ, കൽക്കട്ട, അമൃത്സർ, ജലന്ധർ, ഗോവ തുടങ്ങിയ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. ജബൽപൂരിൽ നിന്ന് 1989 ക്യാപ്റ്റനായി വിരമിച്ചു. ആകെ 31 വർഷത്തോളം നീണ്ടുന്ന സൈനിക സേവനമാണ് അദ്ദേഹത്തിൻ്റെത്. 65-ലുണ്ട്, അത് ബംഗ്ലാദേശ് ഇന്ത്യ പാക്ക്. പിന്നെ 71-ലുണ്ട് ബംഗ്ലാദേശ് വാർ, ഉണ്ടായിരുന്നു. ആ സമയത്ത് ഫീൽഡിലുണ്ടായിരുന്നു. പിന്നെ വേറെ ഈ മിലിറ്ററി സംബന്ധമായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ട്രെയിനിങ് സെന്ററിൽ ഫോർട്ടിറ്റിയറിലൊക്കെ ഉള്ള ടെക്നിക്കൽ ട്രെയിനിങ് ഉള്ള സ്ഥലങ്ങളാണ്. വളരെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ളതൊക്കെയാണ് അന്നത്തെ ട്രെയിനിങ് പീരീഡിലൊക്കെ ഉണ്ടായിരുന്നത്. അന്നത്തെ റിക്രൂട്ട്സും അല്ലെങ്കിൽ ട്രെയിനീസ് വരുന്നവരും ഇന്നത്തെ റിക്രൂട്ട്സും ട്രെയിനീസൊക്കെ തമ്മിൽ ഭൂമി ആകാശം തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് ചാലിശ്ശേരി SCUP സ്കൂളിൽ 8ാം ക്ലാസ് വരെ പഠിച്ച സുബ്രഹ്മണ്യൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ചാത്തന്നൂരിലായിരുന്നു. സൈനിക ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവങ്ങൾ നാഗാലാൻഡിലെ സേവന കാലത്തേതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആദ്യം പഠിച്ച ചാലിശ്ശേരി പള്ളി സ്കൂളുണ്ടല്ലോ, അവിടെയാണ് 1 മുതൽ 8 വരെ പഠിച്ചത്. അതിനുശേഷം പിന്നെ ചാത്തന്നൂർ ഹൈസ്കൂളിലാണ് 3rd form മുതൽ SLC വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അധികം സമയം നാട്ടിലുണ്ടായില്ല. 58-ല് മിലിറ്ററിയിൽ ചേർന്നു. അത് ഏത് വർഷമായിരിക്കും? 1958-ല് 58 to 1989 സർവീസിലുണ്ടായത്. കൃത്യമായ താമസ സൗകര്യങ്ങളോ ആവശ്യമായ കെട്ടിടങ്ങളോ ഇല്ലാതിരുന്ന അക്കാലത്ത് കടുത്ത പ്രതികൂല സാഹചര്യങ്ങളിലായിരുന്നു സേവനം. വാർത്താ വിനിമയത്തിനായി ലൈൻ കമ്മ്യൂണിക്കേഷന് പകരം വയർലെസ് സംവിധാനമായിരുന്നു പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. പ്രത്യേക വാഹനങ്ങളിൽ ഘടിപ്പിച്ച ഉപകരണങ്ങളിലൂടെയായിരുന്നു സന്ദേശങ്ങൾ കൈമാറിയിരുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും ദുഷ്കരമായ സാഹചര്യങ്ങളിലും വാഹനങ്ങളിൽ ഇരുന്ന് തന്നെ വയർലെസ് ഓപ്പറേഷൻ നിർവഹിക്കേണ്ടി വന്നിരുന്നുവെന്നും അദ്ദേഹം ഓർക്കുന്നു. ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ നിർണായക കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ സേവന ജീവിതമാണ് സുബ്രഹ്മണ്യന്റേത്. സൈനിക സേവന കാലത്ത് ലഭിച്ച വിവിധ മെഡലുകളും പുരസ്കാരങ്ങളും ബഹുമതികളും ഇന്നും അദ്ദേഹത്തിന് വിലമതിക്കാനാവാത്ത ഓർമ്മകളാണ്. തന്റെ അനുഭവത്തിൽ നിന്ന് സുബ്രഹ്മണ്യൻ പഴയകാല ഓർമ്മകൾ പങ്കുവച്ചു. സൈന്യത്തിൽ അച്ചടക്കത്തിന് അതീവ പ്രാധാന്യമുണ്ടെന്നും അച്ചടക്കമില്ലാതെ പട്ടാളത്തിന് മുന്നോട്ട് പോകാനാകില്ലെന്നും അദ്ദേഹം പറയുന്നു. മുൻകാലങ്ങളിലെ ഫിസിക്കൽ ട്രെയിനിങ്ങും ഇന്നത്തെ പരിശീലനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും പഴയകാലത്ത് സൈനികർ നേരിടുന്ന കഠിനമായ ശാരീരിക പരിശീലനവും വെല്ലുവിളികളും ഏറെ വ്യത്യസ്തമായിരുന്നെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച ശേഷവും പൊതുരംഗത്തെ സജീവമായിരുന്ന സുബ്രഹ്മണ്യൻ 10 വർഷത്തോളം ചാലിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറായി പ്രവർത്തിച്ചു. മികച്ച കർഷകൻ കൂടിയ അദ്ദേഹം നിലവിൽ തൃത്താല ബ്ലോക്ക് എക്സ് സർവീസ് അസോസിയേഷൻ പ്രസിഡന്റാണ്. രാജ്യത്തിന്റെ അതിർത്തികൾക്കും ജനങ്ങളെ സുരക്ഷയ്ക്കുമായി ജീവിതത്തിലെ 3 പതിറ്റാണ്ടിലേറെ സമർപ്പിച്ച അദ്ദേഹത്തിന്റെ ജീവിതം പുതുതലമുറയ്ക്ക് രാജ്യസേവനത്തിന്റെയും അച്ചടക്കത്തിന്റെയും അർപ്പണബോധത്തിന്റെയും പാഠമാണ്. സ്വാതന്ത്ര്യദിനം വീണ്ടും എത്തുമ്പോൾ രാജ്യത്തിനായി കാവൽ നിന്ന കാലത്തിന്റെ ഓർമ്മകൾ ഇന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ അഭിമാനത്തോടെ നിറയുകയാണ്. പരേതയായ വിശാലക്ഷ്മിയാണ് സഹധർമ്മിണി. പരേതനായ ഹരീഷ് കുമാർ, ബിന്ദു, അധ്യാപിക സിന്ധു എന്നിവർ മക്കളും. പ്രജിഷ, വിനോദ്, മനോജ് എന്നിവർ മരുമക്കളുമാണ്.